നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ പയർ കൃഷിയാണ് വീണ്ടും. അപ്പോൾ പയർ കൃഷിയുടെ വിളവെടുപ്പാണ്. അപ്പോൾ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെയാണ് ഈ പയർ കൃഷിയെക്കുറിച്ച് വലിയ അറിവുണ്ടാവില്ല. കാരണം നമ്മൾ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസ് ഉണ്ട്, അത് കാണാം. അല്ലെങ്കിൽ ഒരു ലഘുവായിട്ട് ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മൾ വാരെടുത്തു. അതിനുശേഷം അതിൽ കോഴിവളം മിക്സ് ചെയ്തിട്ടു, വിത്ത് മുളപ്പിച്ചിട്ട് അതിൽ നട്ടുകൊടുത്തു. അതിന് ശേഷം നമ്മൾ സ്ലറി, അതായത് ചാണക സ്ലറി, പിന്നെ മുയലിൻ്റെ കാഷ്ടം കൊണ്ട് സ്ലറി ഉണ്ടാക്കിയത്, പിന്നെ പച്ചക്കറി സ്ലറി, അങ്ങനെ 2-3 സ്ലറികളാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ അത് കുറേ ദിവസമായിട്ട് വിളവെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ പയറുകൾ കാണാൻ നിങ്ങൾക്ക്. ഇപ്പോൾ ഇതൊക്കെ മൂത്ത് തുടങ്ങി. ഇത് അനശ്വര ഇനത്തിൽപ്പെട്ടതാണ്, കാണിച്ചു തരാം. ഇത് അനശ്വര ഇനത്തിൽപ്പെട്ട നല്ല ഹൈബ്രിഡ് പയറാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. ഇതിൻ്റെ വിത്ത് നമ്മൾ കൃഷി വകുപ്പിൻ്റെ വിത്ത് ഉൽപ്പാദന കേന്ദ്രത്തിലാണ്, അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. നല്ല വലിപ്പം വരുന്ന പയറുകളാണ്. അപ്പോൾ ഇതിൻ്റെ എടുത്തതിന് ശേഷം നമുക്കെല്ലാം കാണിച്ചു തരാം. നമ്മൾ നല്ല പൊളിയനും ഒടിയനും എടുക്കുന്നുണ്ട്, എന്നാലാണ് നമുക്ക് കറിക്ക് പറ്റുള്ളൂ. ഇതൊക്കെ പൊളിയനാണ്. അപ്പോൾ കുറച്ചുകൂടി മൂപ്പ് കുറഞ്ഞതും എടുക്കുക, അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് തന്നെ പെട്ടെന്ന് നല്ല വെയിറ്റുള്ള സാധനമാണ്. ഒരു 10-25 എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 1/2 കിലോ ഉണ്ടാവും. ഇത് നമ്മൾ ഈ സൈഡിലുണ്ട്, കുറേയും ഒരു 5-6 വാരം നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വള്ളിപ്പയറാണ്. ഈ വള്ളിപ്പയർ കാണാം, നല്ല നീളത്തിൽ. ആദ്യം നമ്മളുടെ ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പല മരുന്നുകളും ജൈവ മരുന്നുകളൊക്കെ പരീക്ഷിച്ച് വിജയിച്ചു. ഇത് ഈ സൈഡിൽ നിൽക്കുന്നതെല്ലാം വള്ളിപ്പയറാണ്, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ സൈഡിലുണ്ട്. പയറിനൊക്കെ നല്ല നീളമുണ്ട്. ഇതൊരു 10 ഉണ്ട് ഈ ഒരു കറിക്കുള്ളതായി. അത്രയ്ക്ക് നീളമാണ്. കൂടുതലും നമ്മൾ കുറ്റിപ്പയറാണ് ചെയ്തിരിക്കുന്നത്. നാടൻ പയറുണ്ട് കുറച്ച്, അനശ്വര, അങ്ങനെ 2-3 പയർ ടൈപ്പാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ വെണ്ട ഇടയ്ക്ക് ഒരു 3-4 എണ്ണമൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി കിട്ടി നമുക്ക്. ഇപ്പോൾ ഇതൊരു മൂത്തതാണ്, നല്ല വലിപ്പമുള്ള. ഇതും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടാണ്. നല്ല ഒരെണ്ണത്തിൻ്റെ നീളം തന്നെ കണ്ടറിയാം. ഇതൊരു 10 ഉണ്ടെങ്കിൽ 1 കിലോ ഒക്കെ വരും. അതുപോലെ നല്ല നീളവും വലിപ്പം വരുന്നതാണ്. ജൈവ കീടനാശിനികളാണ് നമ്മൾ ഇതിന് പയറിനൊക്കെ ഉപയോഗിക്കുന്നത്. പയറുകളൊക്കെ നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇപ്പോൾ വീട്ടിലെ ആവശ്യത്തിൽ കഴിഞ്ഞും ഇഷ്ടംപോലെ പയർ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതൊരു മെറൂൺ ടൈപ്പ് ഇനം പയറാണ്, ഹൈബ്രിഡ് ഇനത്തിലാണ്. അത് അധികമല്ല, ഇതൊരു 3-4 കട. ഇവിടെയൊക്കെ ഉണ്ട് പയറുകൾ, നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇവിടെയും അത്യാവശ്യമൊക്കെ ഉണ്ടായി തുടങ്ങി. ആദ്യം ഉണ്ടായതാണ്, ആദ്യം കാണിച്ച ആ വാരത്തിലെ. ഇവിടെയൊക്കെ ഇപ്പോൾ പുതിയതായി പൂത്ത് നന്നായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ ചാണക സ്ലറിയാണ് ഇപ്പോൾ കൂടുതലും ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഞാനിത് പയർ പറിച്ചിട്ട് ഇനി നമ്മുടെ വിളവെടുപ്പ് കാണിച്ചു തരാം. ഇവിടെയൊക്കെ അത്യാവശ്യം സൂം ചെയ്ത് കാണിച്ചു തരാം ഉണ്ടായി കിടക്കുന്നത്. കേടുകൾ വളരെ കുറവാണ്. നമ്മൾ ജൈവ കീടനാശിനികൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ജൈവ കീടനാശിനി എന്താ ഉപയോഗിച്ചതെന്ന് അറിയാനായിട്ട് നമ്മളുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അതിൽ ജൈവ കീടനാശിനി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കാണാം. അതിൽ നമ്മൾ ചെയ്ത കീടനാശിനി എന്തൊക്കെയാണ്, അതായത് ജൈവപരമായിട്ട് ചെയ്തത്, അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ രാവിലെ നമ്മളുടെ കറിക്കുള്ള പയർ നമ്മൾ പറിച്ചു കഴിഞ്ഞു.
കണ്ടോ നിറയെ പയറുണ്ട്. ഇത് ഏകദേശം ഒരു 2 കിലോത്തോളം പയറുണ്ട്. ഇപ്പം ഇന്നത്തെ കറിക്ക് ഇത് ആവശ്യമുള്ളൂ. ഇനി അടുത്ത ദിവസം പറിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടണം, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നല്ല പച്ചക്കറി, വിഷരഹിതമായ പച്ചക്കറി നമുക്ക് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഫോളോ ചെയ്യാനാണ്, ഒരു ഇൻസ്പിറേഷന് വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.